തിരിഞ്ഞു നോക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കേരളത്തിൽ എവിടെയും ഒരൊറ്റ അണികളുമില്ല, മദ്രസകളില്ല, സ്ഥാപനങ്ങളില്ല, മഹല്ലുകളില്ല, മർക്കസ് മാത്രം. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ പിൻബലമില്ല. ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ ലക്ഷക്കണക്കിന് അനുയായികൾ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ഇന്ത്യ മുഴുവൻ 10,000-ലധികം മദ്രസകൾ, നൂറുകണക്കിന് മതഭൗതിക വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ആയിരക്കണക്കിന് യതീമുകളുടെ സംരക്ഷണം, 10,000-കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് മതപഠനം, ആയിരക്കണക്കിന് പള്ളികൾ സ്ഥാപിച്ചു, ആയിരക്കണക്കിന് അഗതി അനാഥകൾക്ക് അഭയകേന്ദ്രമായി, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന മതപണ്ഡിതനായി വളർന്നു വന്നു. മതനിയമങ്ങൾ ഭരിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി തരം പോലെ മാറ്റി പറയാനാവില്ലെന്ന് ഇസ്ലാമിന് സ്ത്രീ വിഷയത്തിലടക്കം ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞ ആർജവമുള്ള മതപണ്ഡിതൻ, സമൂഹത്തിൽ 2ാം തരം പൗരന്മാരായി കണ്ടുവന്നിരുന്ന മുസ്ലിയാക്കന്മാരെ സമൂഹത്തിന് എഴുതിത്തള്ളാനാവാത്ത വിധം ബഹുമാനിക്കപ്പെടുന്ന മാന്യ പണ്ഡിതന്മാരായി വളർത്തിക്കൊണ്ടുവന്ന പണ്ഡിത തേജസ്, അതേ കാന്തപുരം ഉസ്താദ്. തീയിൽ കുരുത്ത ഈ പണ്ഡിത പ്രഭയെ അണയിക്കുവാൻ ശത്രുക്കളുടെ നിലവിലുള്ള ആയുധങ്ങൾക്ക് മൂർച്ച പോരാ. ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ വിധേയി കുൽസിതങ്ങളെ, രാഷ്ട്രീയ സംഘടനാ നേതൃത്വങ്ങളുടെ സംഘടിത ആക്രമണങ്ങളെ സത്യം കൊണ്ട് നേരിട്ട